Hi all, welcome to the class. Today we are going to discuss a small topic in the subject Advanced Manufacturing Technology. Already we are discussing third module and it is the last part of my presentation. Today's topic is electrochemical machining. We have already discussed electro discharge machining as well as ultrasonic machining. So today the last part is electrochemical machining. There is a figure regarding that is shown in the slide. നിങ്ങൾ നോക്കുക, ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടതായിട്ട് താഴെ വർക്ക് പീസ് ഉണ്ടാവും. പിന്നെ ഇത് ടൂളാണ്. ടൂൾ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂൾ ഹോൾഡർ ആൻഡ് ഫീഡ് മെക്കാനിസം ഉണ്ടാവും. ഈ ടൂളിൻ്റെ ഉള്ളിലേക്ക് കൂടി ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ സപ്ലൈ ഉണ്ട്. ആ ഇലക്ട്രോലൈറ്റാണ് വർക്ക് പീസിനെയും ടൂളിനെയും സെപ്പറേറ്റ് ആയിട്ട് നിർത്തുന്നത്. ഇത്രയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട പാർട്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, ഈ വർക്ക് പീസും ടൂളും ഇലക്ട്രിക്കലി കണക്റ്റഡ് ആയിരിക്കും. അഥവാ ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് മെറ്റീരിയൽസിന് മാത്രമേ നമുക്ക് ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അകത്ത് പൊതുവെ ആനോഡ് വർക്ക് പീസിനോടും കാഥോഡ് ടൂളിനോടുമാണ് കണക്ട് ചെയ്യുക. കൂടാണ്ട് ഇതിൻ്റെ ഇടയിലുള്ള ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നതും ഒരു കണ്ടക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ചൂസ് ചെയ്യുക. അതും ഇലക്ട്രോളിസിസ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഈ ഇലക്ട്രോലൈറ്റ് ഇലക്ട്രിക് കണ്ടക്റ്റീവ് ആയിരിക്കണം. അഥവാ ആനോഡ് ടു കാഥോഡ് പാർട്ടിക്കിൾ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന വിധത്തിലായിരിക്കണം നമ്മൾ ഇലക്ട്രോലൈറ്റ് സ്യൂട്ടബിളായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ കൂടാണ്ട് കറണ്ടും വോൾട്ടേജിൻ്റെയും റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോ വോൾട്ടേജ് ഹൈ കറണ്ടാണ് പൊതുവെ ഇലക്ട്രോ കെമിക്കലിന് ഉപയോഗിക്കുക. യു ക്യാൻ യൂസ് ഐദർ 40,000 ആംപിയർ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 5 to 25 വോൾട്ട്സ്. ആ ഒരു വ്യത്യാസം നോക്കുക. വെരി ലോ വോൾട്ടേജ് ഹൈ കറണ്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇലക്ട്രോലൈറ്റ് ഏകദേശം നമ്മൾ സപ്ലൈ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 3 to 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതാണ് അതിൻ്റെ ഒരു വെലോസിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഈ നേരത്തെ നമ്മളൊരു ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ്ങിൽ തെർമൽ പ്രോപ്പർട്ടീസാണ് യൂസ് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസാണ് യൂസ് ചെയ്യുക. അഥവാ നമ്മൾക്ക് നോർമലി ഇലക്ട്രോളിസിസ് പ്രിൻസിപ്പിൾ അറിയാം. ആ ഇലക്ട്രോളിസിസ് പ്രിൻസിപ്പിളാണ് ഇതിൻ്റെ ഏറ്റവും ബേസായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. അതായത് ത്രൂ ഇലക്ട്രോലൈറ്റ് ദ സർക്യൂട്ട് ഗെറ്റ് ക്ലോസ്ഡ് ആൻഡ് ഇൻഡ്യൂസ് കെമിക്കൽ റിയാക്ഷൻ വിച്ച് റിസൾട്ട്സ് മെറ്റീരിയൽ റിമൂവൽ ഫ്രം ആനോഡ്. ആനോഡിൽ മെറ്റീരിയൽ റിമൂവ് ചെയ്ത് കാഥോഡിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ അതിൻ്റെ ഇടയിലുള്ള ഇലക്ട്രോലൈറ്റ് അറ്റ് എ സ്പീഡ് ഓഫ് 30 മീറ്റർ പെർ സെക്കൻഡ്, അത്രയാണ് നമ്മൾ നേരത്തെ ഇലക്ട്രോലൈറ്റിൻ്റെ സ്പീഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ വെലോസിറ്റി കാരണം ഈ പാർട്ടിക്കിൾസിനെ കാഥോഡിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇലക്ട്രോലൈറ്റ് എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകും. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ IEG ഇന്നർ ഇലക്ട്രോഡ് ഗ്യാപ്പ് ഒരു മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുക വേണ്ട. അതിന് വേണ്ടിയിട്ട് നമ്മളെ ടൂളിൻ്റെ അഡ്വാൻസ്മെൻറ്റ് ഒരു സെക്കൻഡിൽ 0.02 mm വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പം പറയും. അതേപോലെ ഈ ആനോഡിൽ നിന്നുള്ള മെറ്റീരിയൽ റിമൂവൽ നോർമലി ഈ ഡിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോഡും വർക്ക് പീസും തമ്മിലുള്ള ഡിസ്റ്റൻസിന് ഇൻവേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഇപ്പോൾ ഗ്യാപ്പ് വളരെ കുറവാണെങ്കിൽ കൂടുതൽ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഉണ്ടാവും. ഗ്യാപ്പ് കൂടുതലാണ്, വർക്ക് പീസും ടൂളും തമ്മിലുള്ള ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കുറവായിരിക്കും. പിന്നെ ഇലക്ട്രോളിസിസ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ജസ്റ്റ് നിങ്ങൾക്കൊരു നോട്ടായിട്ട് വെച്ചാണ്. ഇറ്റ്സ് എ കെമിക്കൽ പ്രോസസ്സാണ്. ഇതിൻ്റെ അകത്ത് 2 ഡിഫറെൻറ്റ് മെറ്റീരിയൽ കണ്ടക്ടേഴ്സ് ഉണ്ടാവും. അത് ഡിപ്ഡ് ഇൻ എ ലിക്വിഡ് സൊല്യൂഷൻ നോൺ ആസ് ഇലക്ട്രോലൈറ്റ്. ആൻഡ് ഒരു ആനോഡും കാഥോഡും കറണ്ട് കൊടുക്കുന്ന സമയത്ത് ആനോഡ് ഡിസൊല്യൂഷനും അതേപോലെ തന്നെ കാഥോഡ് റിയാക്ഷനും കാരണം ആനോഡ് ടു കാഥോഡ് ഇലക്ട്രോലൈറ്റിലേക്ക് കൂടി ഫ്ലോ ഉണ്ടാവും, ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതാണ് നോർമലി ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന പരിപാടി. ഈ മൊത്തം സിസ്റ്റത്തിന് നമ്മൾ ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയും. ഒന്നിൽ കൂടുതൽ വരുമ്പോൾ ബാറ്ററി എന്ന് പറയും. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് ആദ്യമായി ഇലക്ട്രോളിസിസിനെ കുറിച്ചൊരു നിയമം ഉണ്ടാക്കിയിരിക്കുന്ന ഫാരഡേ ആണ്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് 1833 2 റിസൾട്ടാണ് ഫാരഡേ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡിസോൾവ്ഡ്, അതായത് ഡിപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി വിച്ച് ഈസ് ഫോളോഡ്. നമ്മൾ എത്ര ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത് അല്ലെങ്കിൽ കറണ്ട് കൊടുക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും അതിൻ്റെ അകത്ത് വരുന്ന എമൗണ്ട് ഓഫ് ഡിസൊല്യൂഷൻ. അതേപോലെ തന്നെ ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു, അതായത് എമൗണ്ട് ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റഡ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദർ കെമിക്കൽ ഇക്വലൻറ്റ് വെയ്റ്റ്. കെമിക്കൽ ഇക്വലൻറ്റ് വെയ്റ്റ് എന്നുള്ളത് എന്താണെന്ന് നോക്കാം. ഈ 2 നിയമം കൂടി വെച്ച് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. M is equal to A into I into T divided by ZF. അതിൻ്റെ അകത്ത് A/Z എന്ന് പറയുന്ന ആ ഒരു ഇതാണ് വാലൻസി അല്ലെങ്കിൽ കെമിക്കൽ ഇക്വലൻ്റ് എന്ന് പറയുന്നത്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ
എമൗണ്ട് ഓഫ് മെറ്റീരിയൽ റിമൂവൽ വരിക. അതേപോലെ കറണ്ടും വളരെ ഫാക്ടറാണ്. ബാക്കിയുള്ള ഫാക്ടേഴ്സും തന്നിട്ടുണ്ട്. ടൈം എത്രയുണ്ട് എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം, എഫ് എന്നുള്ളൊരു ഫാക്ടറും കൂടിയുണ്ട്. എഫ് എന്ന് പറയുന്നത് ഫാരഡേസ് കോൺസ്റ്റൻ്റ് ആണ്. ഫാരഡേസ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇറ്റ്സ് ദ amount of electrical discharge necessary to liberate 1 gram of equivalent of an ion in electrolysis and equivalent to 96500 coulombs. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് ഫാരഡേസ് കോൺസ്റ്റൻറ്റ്? അന്നേരം ഇതാണ് ഫാരഡേ കോൺസ്റ്റൻറ്റ് വെച്ച് ഇതാണ് നമ്മൾ ബേസിക് പ്രിൻസിപ്പിളായിട്ടും വരുന്നത്. അതേപോലെ ഒരു സ്കീമാറ്റിക് പ്രിൻസിപ്പിൾ ഓഫ് ECM തന്നിട്ടുണ്ട്. അതിൻ്റെ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ECMൽ ആനോഡ് വർക്ക് പീസാണ്, കാഥോഡ് ടൂളാണ്, ഇലക്ട്രോലൈറ്റ് ആൻഡ് ഇലക്ട്രിക് കണ്ടക്റ്റീവ് ഫ്ലൂയിഡാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ വർക്ക് ഇവിടെയും ടൂൾ ഇവിടെയും കൊടുത്തു. ആനോഡ് അഥവാ പോസിറ്റീവ് വർക്ക് പീസിനും നെഗറ്റീവ് ടൂളിനും കണക്ട് ചെയ്തു. ഓട്ടോമാറ്റിക്കലി നമ്മൾ ടൂൾ അഡ്വാൻസ് ചെയ്യുകയാണ്. ടൂൾ അഡ്വാൻസ് ചെയ്യുമ്പോൾ അതൊരു ഇലക്ട്രോലൈറ്റിലാണ് മുക്കി വെച്ചിരിക്കുന്നത്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇവർ തമ്മിലൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. അഥവാ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവും. അത് മുഴുവൻ ഇവിടുന്ന് മെറ്റീരിയലായിട്ട് റിമൂവ് ചെയ്ത് വരികയാണ്. അത് ഫുൾ എടുത്ത് കളയുന്നത് അഥവാ റിമൂവ് ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റ്സ് പ്രസൻറ്റ് ബിറ്റ്വീൻ ടൂൾ ആൻഡ് വർക്ക് പീസ് ആയിരിക്കും. ഇതാണ് ഒരു ECMൻ്റെ ബേസിക് ചിത്രം എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് ഇതിൻ്റെ ഒരു വർക്കിംഗ് മെഷീൻ തന്നെ നോക്കാം. വർക്കിംഗ് മെഷീനാണ് അതിൻ്റെ മെയിൻ പാർട്സ് വരിക. സ്റ്റാർട്ടിങ് ഫ്രം പവർ സപ്ലൈ ആണ്. പവർ സപ്ലൈയിൽ നിന്ന് പോസിറ്റീവ് നമ്മൾ കൊടുക്കുന്നത് നേരെ വർക്ക് പീസിനും നെഗറ്റീവ് കൊടുക്കുന്നത് നമ്മളുടെ ടൂളിനുമാണ്. കൂടാണ്ട് വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് വോൾട്ടേജും അമ്മീറ്റർ ഉപയോഗിച്ച് കറണ്ടും നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ടൂളിൻ്റെ ഉള്ളിലേക്ക് കൂടിയാണ് ഇലക്ട്രോലൈറ്റ് കടന്നു പോകുന്നത്. ഇവിടെ ഒരു ടൂൾ ഫീഡിങ് മെക്കാനിസം ഉണ്ട്. പിന്നെ ഇത് മൊത്തത്തിലൊരു ക്യാവിറ്റീൻ്റെ ഉള്ളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു ഫ്യൂം എക്സ്ട്രാക്ഷൻ, എന്തെങ്കിലും ഗ്യാസ് എല്ലാം ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫ്യൂം എക്സ്ട്രാക്ഷനും വെച്ചിട്ടുണ്ട്. അതേപോലെ വർക്ക് പീസിൻ്റെ അകത്ത് ടൂൾ അഡ്വാൻസ് ചെയ്ത് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇലക്ട്രോലൈറ്റ് ഇതിലേക്കൂടി ഫ്ലോ ചെയ്ത് ഇതിലേക്കൂടി കണ്ടക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. അഥവാ ഈ വർക്ക് പീസായിട്ടുള്ള ആനോഡിൽ നിന്ന് കാഥോഡായിട്ടുള്ള ടൂളിലേക്ക് ഒരു ഫ്ലോ ഉണ്ടാവും, ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവും. അത് അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോലൈറ്റ് അതിനെ റിമൂവ് ചെയ്ത മെറ്റീരിയൽസിനെ പുറത്തേക്ക് കൊണ്ടുപോവാണ്. അതാണ് നിങ്ങൾ ഈ തെറിച്ച് പുറത്തേക്ക് പോകുന്ന വിധത്തിൽ രണ്ട് സൈഡിൽ കാണുന്നത്. അത് താഴെ വന്നു കഴിഞ്ഞാൽ ഈ കേവിറ്റീൻ്റെ ഉള്ളിൽ നിറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ താഴോട്ടേക്ക് ഇലക്ട്രോലൈറ്റ് ക്യാരി ചെയ്യാനൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ ഫിൽറ്ററിലേക്കാണ് പോകുന്നത്. ഇലക്ട്രോലൈറ്റിൻ്റെ ഉള്ളിലുള്ള ഈ റിമൂവ് ചെയ്യപ്പെട്ട മെറ്റൽസ് എല്ലാം ഇതിൻ്റെ അകത്ത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. അതിനുശേഷം അത് ഇലക്ട്രോലൈറ്റ് റിസർവോയറിലേക്കൂടി പമ്പിലേക്കൂടി തിരിച്ച് ഫിൽറ്റർ ഒന്നും കൂടി ചെയ്തിട്ടാണ് തിരിച്ച് സിസ്റ്റത്തിലേക്ക് വരുന്നത്. അതിനിടയിൽ എമൗണ്ട് കൂടുതലാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ ഫിൽറ്റർ ചെയ്തിട്ടാകുമ്പോൾ ബാക്കി വരുന്ന ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തന്നെ തിരിച്ച് വരാനുള്ള ഒരു ബൈപ്പാസ് സർക്യൂട്ടും കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നോക്കുക, ഇത്രയും എക്യുപ്മെൻറ്റ്സാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത്. ഈ ഗ്യാപ്പ് എത്രത്തോളം കുറയുന്നു അത്രത്തോളം മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കൂടും. എത്ര ഗ്യാപ്പ് കൂടുന്നോ അതിനനുസരിച്ച് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കുറയും. പിന്നെ പ്രത്യേകിച്ചുള്ളത് ഈ ടൂളിൻ്റെ ഷേപ്പ് എന്താണോ അതേ ഷേപ്പായിരിക്കും നമുക്ക് വർക്ക് പീസിൽ ഒക്കർ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് ഷേപ്പ് ഓഫ് ടൂൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്. അതിനകത്ത് ഓരോ പാർട്ടായിട്ട് പറയുന്നതാണ്. അഥവാ ഇൻ്റർ ഇലക്ട്രോഡ് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് കുറയാനും പാടില്ല, അത് വിട്ടുപോയതാണ് പറയാൻ. ഇലക്ട്രോ കെമിക്കൽ ഗ്യാപ്പ് ഇൻ്റർ ഇലക്ട്രോഡ് ഗ്യാപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് പീസും ടൂളും വളരെ അടുത്തടുത്ത് വരും. ഓട്ടോമാറ്റിക്കലി ഒരു ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരു കോൺസ്റ്റൻറ്റ് IEG മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഓൾറെഡി കറണ്ടും വോൾട്ടേജും എത്ര വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻ്റാണ് റെക്ടിഫയർ ആൻഡ് ട്രാൻസ്ഫോമർ. അത് AC-നെ DC-യിലേക്കാക്കാൻ റെക്ടിഫയറും ലോ കറണ്ട് ഹൈ കറണ്ട് ആക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫോമറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന റെക്ടിഫയർ എന്ന് പറയുന്നത് SCR ആണ്, സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയേഴ്സ് ആണ്. കാരണം അതിൻ്റെ ഒരു റെസ്പോൺസ് വളരെ കൂടുതലായതുകൊണ്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്പാർക്കിംഗ് വരുന്നത് പരമാവധി നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. അത് എക്യുപ്മെൻറ്റ് ഫെയിലിയറിന് ഭയങ്കര റീസണായിട്ട് വരും. അഥവാ നമ്മൾ ടൂളും വർക്ക് പീസും അടുത്തടുത്ത് വരുന്നത്. അതുകൊണ്ട് ഡാമേജ് ഇല്ലാണ്ടിരിക്കാനും ഈ SCR ആണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഇലക്ട്രോലൈറ്റ് സപ്ലൈ ആൻഡ് ഫിൽട്രേഷൻ സിസ്റ്റമാണ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ അകത്ത് പമ്പും ഫിൽറ്ററും പൈപ്പിംഗ് കൺട്രോൾ വാൾവ്സ് പ്രഷർ ഗേജ് എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു എക്യുപ്മെൻറ്റ് സിസ്റ്റമാണ്. ഈ ഇലക്ട്രോലൈറ്റിനെ സപ്ലൈ ചെയ്ത് അത് മെറ്റൽസിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം മെറ്റൽസിനെ റിമൂവ് ചെയ്തെടുത്ത് അതിനെ ഫിൽറ്റർ ചെയ്ത് തിരിച്ചും പമ്പ് ചെയ്ത് ടൂളിലേക്ക് കൊണ്ടുപോകുന്ന ആ ഫുൾ സിസ്റ്റത്തിനാണ് ഇലക്ട്രോലൈറ്റ് സപ്ലൈ ആൻഡ് ഫിൽട്രേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതിനകത്ത് ഇലക്ട്രോലൈറ്റിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കണം. ഇലക്ട്രോലൈറ്റിൻ്റെ മെയിനായിട്ട് 3 ഫംഗ്ഷനാണുള്ളത്. ഈ
ടൂളും വർക്ക് പീസും കാരണം ഉണ്ടാകുന്ന തെർമൽ എനർജി ഉണ്ടാവും, അതായത് ഹീറ്റ് ജനറേറ്റഡ് ഷുഡ് ബി ക്യാരിഡ് ഔട്ട് ആൻഡ് ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ് ഇലക്ട്രിക് സർക്യൂട്ട് ബിറ്റ്വീൻ ടൂൾ ആൻഡ് വർക്ക് പീസ്. കാരണം എന്നാൽ മാത്രമേ ഇതിൻ്റെ ആനോഡിൽ നിന്ന് കാഥോഡിലേക്കൊരു റിയാക്ഷൻ നടക്കുള്ളൂ, ആനോഡ് റിയാക്ഷൻ നടക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഇലക്ട്രിക് കണ്ടക്റ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആയിരിക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം റിമൂവിങ് പ്രോഡക്റ്റ് ഓഫ് മെഷീനിങ്, അതായത് ചിപ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സ്ഥലത്ത് നിന്ന് വർക്കിംഗ് സോണിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഇലക്ട്രോലൈറ്റ് ആയിരിക്കണം നമുക്ക് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നത്. അതുപോലെ ഇതിന് വേണ്ട പ്രോപ്പർട്ടീസാണ് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ലോ വിസ്കോസിറ്റി, ഹൈ സ്പെസിഫിക് ഹീറ്റ്, ലോ നോൺ കൊറോസീവ്, നോൺ ടോക്സിക് ആൻഡ് ഇറ്റ് ഷുഡ് ബി കെമിക്കലി സ്റ്റേബിൾ മെറ്റീരിയൽ. ഇനി വരുന്നത് മൂന്നാമത്തെ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾ ആൻഡ് ടൂൾ ഫീഡ് സിസ്റ്റമാണ്. അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത് ഈ ടൂളിൻ്റെ ഷേപ്പൊക്കെയാണ്. ടൂളിൻ്റെ ആക്യുറസിയും അതേപോലെ തന്നെ സർഫസ് ഫിനിഷും എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും വർക്ക് പീസിൻ്റെ ഷേപ്പ് ഉണ്ടാവുക. കാരണം ടൂളിൻ്റെ അതേ ഷേപ്പിലാണ് വർക്ക് പീസിലെ ആ ഔട്ട്പുട്ട് കിട്ടുന്നത്, അഥവാ ഷേപ്പ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ടൂളിൻ്റെ ഷേപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സർഫസ് ഫിനിഷും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോർമലി നമ്മളുടെ ഒരു IEG, അതായത് നമ്മുടെ ഇൻ്റർ ഇലക്ട്രോഡ് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കാഥോഡ് അഥവാ ടൂളിന് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ താഴോട്ടേക്ക് ഫീഡ് ചെയ്യണം. ദാറ്റ് ഈസ് 0.02 mm/s ആണ്. അത് വെച്ച് കഴിഞ്ഞാൽ പരമാവധി നമുക്ക് നല്ല ഹൈ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഒക്കെ ചെയ്യാൻ സാധിക്കും. അതാണ്. പിന്നെ കൂടാണ്ട് ടൂൾ മെറ്റീരിയലിന് വേണ്ട പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആയിരിക്കണം, അതുപോലെ റിജിഡ് ആയിരിക്കണം, ലോഡ് എടുക്കാൻ കേപ്പബിൾ ആയിരിക്കണം, പിന്നെ കെമിക്കൽ ഇനേർട്ട് ആയിരിക്കണം. കാരണം ഇലക്ട്രോലൈറ്റ് പാസ് ചെയ്ത് പോകുന്നതാണ്. എന്നാൽ അവിടെ ഒരു ഇനേർട്ട് പ്രോപ്പർട്ടി ഉണ്ടാവണം. ഇലക്ട്രോലൈറ്റുമായിട്ട് കെമിക്കൽ ഇൻട്രാക്ഷൻ നടക്കരുത്. ഇറ്റ് ഷുഡ് ബി ഇനേർട്ട് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഈസിലി മെഷീനബിൾ. കാരണം ടൂൾസ് ഷേപ്പ് ഉണ്ടാക്കേണ്ടതാണ്, പ്രത്യേക ഷേപ്പ് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ മെഷീൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ആൻഡ് ഫോളോയിങ് ആർ ദ കോമൺലി യൂസ്ഡ് ടൂൾ മെറ്റീരിയൽസ് കോപ്പർ, ബ്രാസ്, ടൈറ്റാനിയം എക്സെട്ര. ആൻഡ് വർക്ക് പീസും വർക്ക് ഹാൻഡ്ലിംഗ് സിസ്റ്റമാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ വർക്ക് പീസിൻ്റെ കാര്യമാണെങ്കിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഏനോടാണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർക്ക് പീസിൻ്റെ പ്രോപ്പർട്ടീസ് ഈ MRRന് നല്ലോണം മെറ്റീരിയൽ റിമൂവൽ റേറ്റിന് നല്ല രീതിയിൽ ബാധിക്കും. അതുപോലെ ഇലക്ട്രിക് കണ്ടക്റ്റീവ് ആയിട്ടുള്ള സിസ്റ്റം മാത്രമേ നമുക്ക് വർക്ക് പീസായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഇതിൻ്റെ മുകളിൽ യൂസ് ചെയ്യുന്ന വർക്ക് ഹോൾഡിംഗ് എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെ ഇൻസുലേറ്റീവ് അഥവാ നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ഇതിൻ്റെ അകത്ത് പ്രോസസ് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇത്രയും പ്രോസസ് പാരാമീറ്റേഴ്സാണ് അതിനകത്ത് മെയിനായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. ഒരു ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് നല്ല പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ അതിനകത്ത് ഏറ്റവും ആദ്യം പവർ സപ്ലൈ ആണ്. പവർ സപ്ലൈ AC DC യൂസ് ചെയ്യാം. വോൾട്ടേജ് മാക്സിമം 30 വോൾട്ട്, അതിൽ കുറയുന്നതായിരിക്കും നല്ലത്. അതുപോലെ കറണ്ട് ഷുഡ് ബി വെരി ഹൈ 40,000 ആൻഡ് കറണ്ട് ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രോലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസും തന്നിട്ടുണ്ട്. പിന്നെ ഇൻ്റർ ഇലക്ട്രോഡ് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് അറൗണ്ട് 0.075 to 0.75 mm ആണ്. അതുപോലെ ഇലക്ട്രോഡ് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസും പ്രോസസ് പാരാമീറ്ററായിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. പിന്നെ മെറ്റീരിയൽ റിമൂവൽ റേറ്റിന് ECM എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, MRR എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ അതിന് കറണ്ട് ഡെൻസിറ്റിനെയാണ് എഫക്റ്റ് ചെയ്യുക. ഈ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടർ ഓഫ് ഇലക്ട്രോലൈറ്റ്, വോളിയം അക്രോസ് ദ ഇലക്ട്രോഡ്സ്, ഷേപ്പ് ഓഫ് ദ ഇലക്ട്രോഡ്സ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ്, ദാറ്റ് ഈസ് IEG ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് MRR അല്ലെങ്കിൽ കറണ്ട് ഡെൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുക. അതിനകത്ത് IEG കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ടിൻ്റെ സാധ്യതയുണ്ട്. IEG കൂടിക്കഴിഞ്ഞാൽ MRRൻ്റെ റേറ്റ് കുറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഒപ്റ്റിമം ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. പിന്നെ പ്രോസസ് കേപ്പബിലിറ്റീസ് ചോദിക്കാറുണ്ട്. ദ പ്രോസസ് ഹാസ് കപ്പാസിറ്റി ഓഫ് പ്രൊഡ്യൂസിങ് കമ്പോണൻസ് വിത്ത് ടോളറൻസ്, വളരെ കുറഞ്ഞ ടോളറൻസ് ആണ് 0.025 ബൈ കൺട്രോളിങ് ദ പ്രോസസ് പാരാമീറ്റേഴ്സ് പ്രോപ്പർലി. അതുപോലെ സർഫസ് ഫിനിഷ് ക്യാൻ ബി അച്ചീവ്ഡ് അറൗണ്ട് 0.2 to 1.5 micrometer, then capable of achieving high accuracy repeatability of 0.1 mm for the position of hole of 5% of hole diameter. അത്രയും പ്രിസൈസ് ആയിട്ടും അത്രയും ആക്യുറേറ്റ് ആയിട്ടും നമുക്ക് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ ECMൽ സാധിക്കും. ആൻഡ് അഡ്വാൻറ്റേജസ് ആണ് ഇനി പറയാൻ പോകുന്നത്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു വരുന്ന സമയത്ത് മെയിനായിട്ടും ദ പ്രോസസ് ഹാസ് ബീൻ വൈഡ്ലി യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ് ഓഫ് സെമി കണ്ടക്റ്റീവ് മെറ്റീരിയൽസ്.
സെമി കണ്ടക്റ്റീവ് മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ മെറ്റീരിയൽ ഇറസ്പെക്റ്റീവ് ഓഫ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി ക്യാൻ ബി ഈസിലി മെഷീൻഡ് ആൻഡ് ഹണികോം സ്ട്രക്ചർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. സർഫസ് ഫിനിഷ് വളരെ നല്ല രീതിയിൽ കിട്ടും. അതുപോലെ ECMൽ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ട്സ് അഥവാ കമ്പോണൻസ് വിൽ ബി ഗുഡ് കൊറോസീവ്, ഫ്രിക്ഷൻ ആൻഡ് വിയർ റെസിസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ ഡിസ്പോസൽ ഓഫ് ചിപ്പ് ഈസ് നോട്ട് പ്രോബ്ലം ആസ് ഇൻ കേസ് ഓഫ് കൺവെൻഷണൽ മെഷീനിങ് സിസ്റ്റം. കാരണം കൺവെൻഷനിൽ നല്ല രീതിയിൽ മെഷീൻ ചെയ്ത് ചിപ്സ് റിമൂവായി വലിയൊരു ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവും, ഇതിൽ അത്ര ഉണ്ടാവില്ല. യൂസ് ടു പ്രൊഡ്യൂസ് ഹോൾസ് ഇൻ വയർ ഡ്രോയിങ് ഡൈ, കൂളിംഗ് ഹോൾസ് ഇൻ ടർബൈൻ ബ്ലേഡ്സ്, ഹോൾസ് ഇൻ നോസിൽ എക്സെട്ര. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് ദ എക്യുപ്മെൻറ്റ് വളരെ ഹൈ ആണ്, സ്പെസിഫിക് പവർ കൺസപ്ഷൻ ഹൈ ആണ്, ടൂളിംഗ് കോസ്റ്റ് ഹൈ ആണ്, ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ടൂൾ ഇലക്ട്രോഡ് ഈസ് വെരി ഡിഫിക്കൽട്ടാണ്. അതുപോലെ ഷാർപ്പ് കോർണർ കനോട്ട് ബി പ്രൊഡ്യൂസ്ഡ്. ഇത്രയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. പക്ഷേ വൈഡ് റേഞ്ചായിട്ട് നമ്മളിത് യൂസ് ചെയ്ത് വരുന്നുണ്ട്. കൺവെൻഷനലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെറ്റീരിയൽ റിമൂവൽ കുറവായതുകൊണ്ട് ചിപ്പ് ഫോർമേഷൻ വേസ്റ്റ് കുറവായതുകൊണ്ട് നമ്മളിത് യൂസ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച EDMഉം ECMഉം തമ്മിലുള്ള കമ്പാരിസൺ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മൾ ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് EDMൽ തെർമൽ ആണെങ്കിൽ ഇവിടെ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനാണ്. അതേപോലെ മെക്കാനിസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EDMൽ അത് മെൽറ്റിംഗ് ആൻഡ് ഇവാപ്പറേഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ കൺട്രോൾഡ് ആനോഡിക് ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ റിയാക്ഷനാണ് വരുന്നത്. അതുപോലെ മീഡിയം ഓൾമോസ്റ്റ് സെയിം ആണ്. ആദ്യത്തിൻ്റെ അകത്ത് ഡൈ ഇലക്ട്രിക് ഫ്ലൂയിഡ് ആണെങ്കിൽ ഇവിടെ അയണൈസ്ഡ് വാട്ടറാണ്. അതേപോലെ കറണ്ട് ഡെൻസിറ്റി 6 to 8 ആയിരുന്നെങ്കിൽ ഇവിടെ 10 to 500 ആണ്. അഥവാ കറണ്ട് ഡെൻസിറ്റി വളരെ ഹൈ ആണ് ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്ങിൽ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ. ടൂൾ വിയർ EDMൽ നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട് കമ്പയർ ടു ECMൽ ടൂൾ വിയറേ ഉണ്ടാവുന്നില്ല. കാരണം നമ്മൾ ടൂളിൻ്റെ വലിയൊരു പ്രശ്നം വരുന്നില്ല. ആനോഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഇലക്ട്രോലൈറ്റ് ക്യാരി ഓവർ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ടൂളിന് ഡാമേജ് ഒന്നും വരുന്നില്ല. പിന്നെ വോൾട്ടേജ് നമ്മൾ തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് ഇലക്ട്രോൺ ഡിസ്ചാർജ് മെഷീനിങ്ങിൽ വളരെ ഹൈ ആണെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്ങിൽ വോൾട്ടേജ് വളരെ ലോ ആണ്, കറണ്ടാണ് അവിടെ കൂടുതൽ. അതുപോലെ EDMൽ ആഫ്റ്റർ പോസ്റ്റ് പ്രോസസ്സിങ് ഈസ് നോട്ട് നെസറി. പക്ഷേ ഇതിൻ്റെ അകത്താണെങ്കിൽ ക്ലീനിങ്, കൊറോസീവ് പ്രൊട്ടക്ഷൻ, ട്രീറ്റ്മെൻറ്റ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്, വെരി നെസറി. പിന്നെ ടൂൾ ഡിസൈൻ EDMൽ ഈസിയർ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫോംഡ് ടൂളാണ്. കാരണം ടൂളിൻ്റെ ഇമേജ് പോലെ തന്നെയാണ് വർക്ക് പീസിൽ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. അതുകൊണ്ട് ടൂളിൻ്റെ ഷേപ്പ് ഉണ്ടാക്കുക വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം. ഇത്രയാണ് ഇത് തമ്മിലുള്ള കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇത്രയാണ് ECMനെ കുറിച്ചും പറയാനുള്ളത്. താങ്ക് യു.